ഇപ്പൊ എത്രയൊക്കെ പറഞ്ഞാലും നമുക്കൊരു വലിയൊരു സക്സസ് കിട്ടുന്നത് വരെയൊക്കെ ഒരു സ്ട്രഗിൾ ആണ്. അത് ഇങ്ങനെ പോകണം. അതിപ്പോൾ ഫാമിലിയിലാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ പറയും അവനൊരു സിനിമാക്കാരൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ആക്കലാക്കലുണ്ടാവും. അതിനെങ്ങനെ സർവൈവ് ചെയ്ത് തോന്നും? എല്ലാരും ചോദിക്കുന്ന ചോദ്യമാണ് എന്താ ജോലി എന്നുള്ളത്. ജോലി തന്നെയാണെന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ നമുക്ക് അവരെ കൊണ്ടൊന്നും പറയാറ് അങ്ങനെ ഇപ്പൊ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറ്റ് കോളർ ജോലിയാണ് ജോലി എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെ സർവൈവ് ചെയ്യുന്നപ്പോ? സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഫൗണ്ടർ സിഇഒ എല്ലാം സൗമ്യക്കാണെന്ന് എനിക്കറിയാം. സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എഡിറ്റർ, ഞാൻ ഒരു സമയത്ത് എഡിറ്റർ എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നില്ലേ? അത് ആരും കിട്ടാനില്ലായിരുന്നില്ല ബേസിക്കലി എന്റെ ടീമിൽ. എനിക്ക് ഓർമ്മയുണ്ട് നമ്മളിപ്പോഴും സംസാരിക്കും, കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല കാര്യങ്ങളും സംസാരിക്കാറുണ്ടല്ലോ. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് നീ എഡിറ്റിംഗിൽ ഇരിക്കുന്നുണ്ട്, നീ ഡയറക്ഷനിൽ ഇരിക്കുന്നുണ്ട്. അപ്പം എങ്ങനെ സർവൈവ് ചെയ്ത് വരുന്നപ്പോ? അതന്നെയുള്ള ഏറ്റവും വലിയ ഗുണം. നമുക്ക് അത് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നം. അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ അറിയുന്നത്. ഇപ്പൊ ക്യാമറയുടെ ഫുൾ സെറ്റപ്പ് നമ്മള് ഇപ്പൊ ഞാൻ യൂട്യൂബിൽ പഠിച്ചാണ് ഫുള്ള്. നമുക്ക് അങ്ങനെ എവിടെ ഞാൻ പോയിട്ട് അതെ ഇപ്പൊ ഞാൻ FTL കുറെ ട്രൈ ചെയ്തു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. 3 പ്രാവശ്യം ട്രൈ ചെയ്ത് 3 പ്രാവശ്യം ഞാൻ ഫെയിൽ ആയി. അപ്പൊ മനസ്സിലായി ഓക്കെ അക്കാഡമിക്കലി നമുക്ക് സർവൈവ് ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ കയറി പറ്റാനുള്ളൊരു സംഭവം ഇല്ല എന്നല്ല, സംതിങ് മിസ്സിംഗ് ആണെന്നല്ലോ. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, നമ്മൾ അതിനെ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂസ്ലി റിസർച്ച് ചെയ്തോണ്ടിരിക്കുക. യൂട്യൂബിൽ തന്നെ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. പിന്നെ ചെയ്തു വരുമ്പോ നമുക്കൊരു കൈവഴക്കം വരുമല്ലോ ഇതിനല്ലേ. എല്ലാം അങ്ങനെയാണല്ലോ. നമ്മൾ എത്രത്തോളം അതിലേക്ക് ഇറങ്ങി കളിക്കുന്നു അപ്പോഴാണല്ലോ നമുക്ക് ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ.